എന്തൊരു തലവേദന, എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ തലവേദന ഇത് മാറുന്നില്ലല്ലോ. എന്തോ ചെയ്താ ഒന്ന് മാറും. എപ്പോഴും ഫോണും കുത്തി ഇങ്ങനെ ഇരുന്നാ പോരാ, കിടന്ന് ഒത്തിരി നേരം ഉറങ്ങ്. ഇതൊരു സ്ഥിരം പരിപാടിയാണ് നിനക്കുള്ള. ഇതുപോലെ അസഹനീയമായ തലവേദന നിങ്ങളുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ അഭിനയിക്കല്ല കേട്ടോ, ശരിക്കും ഒരു അസഹനീയമായ തലവേദനയാണത്. ഇതിന് നമ്മൾ പറയുന്ന മൈഗ്രെയിൻ ഹെഡേക്ക് അല്ലെങ്കിൽ ചെന്നി കുത്തുന്നതാണ്. എന്തുകൊണ്ട് മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകുന്നു, അത് എന്തൊക്കെ തരങ്ങളുണ്ട് നോക്കിയാലോ. മൈഗ്രെയിൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, അതായത് വിത്ത് ഓറ ആൻഡ് വിത്തൗട്ട് ഓറ. ഈ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്നത് ഇവർക്ക് ഓൾറെഡി ഇങ്ങനെ ഹെഡേക്ക് ഉള്ളവർക്ക് അറിയാം. ഈ ഹെഡേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ അവർക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. അതായത് ഒരു വശത്തെ കണ്ണ് ബ്ലറാകുക, അതുപോലെ അവർക്ക് ഛർദ്ദിക്കാൻ അല്ലെങ്കിൽ ഓക്കാനം പോലെ മറ്റ് സിംറ്റംസും ഇതിനോട് ചേർന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിത്തൗട്ട് ഓറ എന്ന് പറയുന്നതാണ് ക്ലാസിക് മൈഗ്രെയിൻ. ഇതാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇവർക്ക് ഒറ്റ സൈഡിൽ സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ത്രോബിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണ് ഉണ്ടാവുക. അതിനോട് തന്നെ പിന്നെ അവർക്ക് ലൈറ്റ്, ഒരുപാട് സൗണ്ട്, ഇതെല്ലാം ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് ഈ തലവേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേഞ്ചസ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു പരിധി വരെ നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് കൺട്രോൾ ചെയ്യാം. കൃത്യമായിട്ടുള്ള ഉറക്കം, ശരീരത്തിലെ ജലാംശം നിലനിർത്തി, അതായത് ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യുക, അമിതമായിട്ടുള്ള കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുളിയുള്ള വസ്തുക്കള്, ഇതൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഹെഡേക്കിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.